നമസ്കാരം. പാലസ്തീനിൽ ഹമാസ് ഉണ്ട്, വലിയൊരു ഭീകര സംഘടനയാണ്. ഈ ഹമാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് പാലസ്തീനിലുള്ള ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. പാലസ്തീനിലുള്ള ജനങ്ങളെ യവന്മാരെടുത്ത് മുന്നിലോട്ട് നിർത്തും. നമ്മുടെ ബാഹുബലി ഫസ്റ്റ് സിനിമയില് സെക്കൻഡ് ഹാഫില് കാലകേയന്മാരെന്ന് പറഞ്ഞൊരു ടീം വരും, നിംഡ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ യുവന്മാർക്ക് നേരെ ബാഹുബലി ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് കയറുമ്പോ യുവന്മാരെന്ത് ചെയ്യും? സ്ത്രീകളെയും കുട്ടികളെയും എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടും. അപ്പുറത്ത് പല്ലാല ദേവൻ എന്ന് പറഞ്ഞൊരു ബാഹുബലിയുടെ പടനായകനാവാൻ നിൽക്കുന്ന ഒരാളുണ്ട്. അയാൾ വെട്ടി നിരത്തി മുന്നോട്ട് പോകും. പക്ഷെ ബാഹുബലി നിർത്താൻ പറയും. അതായത് മനസാക്ഷിയുള്ളവരെല്ലാം സ്ത്രീകളെയും കുട്ടികളെയൊക്കെ എടുത്ത് ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നിർത്താനായിട്ട് പറയും, ഉറപ്പാണ്. അങ്ങനെ നിർത്താൻ പറഞ്ഞിട്ട് ബാഹുബലി ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇവന്മാരെ കീഴ്പ്പെടുത്തുന്നത്. അപ്പൊ അതുപോലെ മനസാക്ഷി ഇല്ലാത്ത ഈ വേട്ടാവളിയന്മാരാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. അവന്മാർ ഇസ്രായേൽ അടിക്കാൻ വരുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും എടുത്ത് മുന്നിലോട്ട് നിർത്തും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താവും? സ്ത്രീകളും കുട്ടികളും മരണപ്പെടും. കാരണം ഇസ്രായേലിനെ അടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഇസ്രായേലിനെ യവന്മാർ കയറി അടിക്കും. അങ്ങനെ കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് ഇസ്രായേലിലേക്ക് യവന്മാർ തുരുതുരാ മെസ്സേജ് അയച്ചു 10,000-2000 പേര് കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്രായേൽ തുടങ്ങിയ അടിയാണ് ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ളയെ തീർത്തു, ഹൂത്തി വിമതരെ തീർത്തു. ഇനി ഇറാന് നേരെ പോവുകയാണ്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വേട്ടാവളിയന്മാരുണ്ട്, ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വേട്ടാവളിയന്മാരുണ്ട്. എന്തൊക്കെ പറയുന്നു? താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറിയപ്പോൾ അവിടെ വസന്തം വന്നു എന്ന് പറഞ്ഞവരാണ്. വസന്തം വന്നു, താലിബാൻ അവിടെ അധികാരത്തിൽ കയറിയപ്പോൾ ജനങ്ങളെല്ലാവരും കൂടെ ഓടിച്ചാടി നാട് വിടാൻ പെട്ട പാട് നമ്മളെല്ലാവരും കണ്ടതാണ്. ഫ്ലൈറ്റിന്റെ ടയറിലൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നാണ് ഓരോരുത്തന്മാർ പറന്നു പോകാൻ ശ്രമിച്ചത്. അവസാനം ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു പൊങ്ങിയപ്പോൾ വിസ്മയമാണ്. അവന്മാർ ആ ഫ്ലൈറ്റിന്റെ ടയറിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള നാട്ടിലൊക്കെ പോയി അവർ ഗ്ലോറിഫൈ ചെയ്യുക, ഇന്ത്യൻ പട്ടാളം ഞങ്ങളോട് സെക്സ് ചോദിച്ചു എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരാൾ ഒരു ട്രാവലറാണ്. നമ്മൾ വിചാരിക്കും, നമ്മുടെ പണ്ട് മുതലുള്ള ധാരണ ഇതാണ്, അതായത് ജീവിതാനുഭവങ്ങൾ വേണമെങ്കിൽ, നമുക്ക് നല്ലപോലെ ബുദ്ധി വികസിക്കണമെങ്കിൽ, നമുക്ക് നല്ലപോലെ വിവരവും വിദ്യാഭ്യാസവും വരണമെങ്കിൽ നമ്മൾ യാത്രകൾ ചെയ്യണം. പണ്ട് മുതലേ മഹാമുനിമാരുള്ള കാലം മുതലേ ഭാരതത്തിലുള്ള ഒരു കോൺസെപ്റ്റാണിത്. അതായത് ആദിശങ്കരാചാര്യൻ ഭാരതം 3-4 വട്ടം ട്രാവൽ ചെയ്തിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ കോൺസെപ്റ്റുകളെല്ലാം പാടെ തെറ്റിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യും തോറും ബുദ്ധി മുരടിച്ചു പോകുന്ന ഒരു വേട്ടാവളിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുകയാണ്. അവന്റെ പേരാണ് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള പേര് മാഹീൻ എന്നാണ്. ഈ മാഹീന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ചെല്ലുക, അവിടെ താലിബാനെ ഗ്ലോറിഫൈ ചെയ്യുക. ഹോ, താലിബാൻ എത്ര സുന്ദരം! അവരുടെ കയ്യിലിരിക്കുന്ന തോക്കും ലാത്തിയും എല്ലാം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് പ്രചരിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. പോരാത്തതിന് ഹമാസിനെ വെള്ളപൂശുക. ഹമാസിനെ വെള്ളപൂശുക എന്ന് പറഞ്ഞാൽ ഹമാസ് എന്ന് പറയുന്നത് അല്ല പാലസ്തീൻകാർ വേറെയാണ്, ഹമാസ് വേറെ, പാലസ്തീൻ വേറെ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹമാസിനെ വെള്ളപൂശുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാൽ മനസ്സിലാകും, ഇന്ത്യൻ പട്ടാളത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇന്ത്യൻ പട്ടാളം നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മളോട് മോശമായി പെരുമാറി, സെക്സ് ചോദിച്ചു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇയാൾ എവിടെ പോയാലും ഇയാളുടെ കൂടെ ഒരു സെറ്റ് പെണ്ണുങ്ങൾ കാണും. ഒരു സെറ്റ് പെണ്ണുങ്ങൾ ഇയാളുടെ കൂടെ കാണും. അവരുടെ കൂടെയാണ് ഇയാൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല, യാതൊരു വിധ കുഴപ്പമില്ല. ആ സ്ത്രീകളുടെ കൂടെ ഇയാൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇയാളോട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണുപിള്ള ചോദിക്കുന്നുണ്ട്, ഈ കൂടെ ഒരുപാട് സ്ത്രീകൾ വന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്താണ് അവർക്കുള്ള നിബന്ധനകൾ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, ഞാൻ ഒരുപാട് നിബന്ധനകൾ വയ്ക്കും. ആദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിബന്ധന. നല്ല ബെസ്റ്റ് നിബന്ധന. എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് ഈ പുള്ളിക്കാരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയും ഒരു ഹിച്ച് ഹൈക്കറാണ്. ആ പുള്ളിക്കാരി ഇയാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇവനെപ്പോലൊരു ടോക്സിക് വേട്ടാവളിയെ ഞാൻ കണ്ടിട്ടില്ല, പറയുന്നതെല്ലാം പുരോഗമനവാദം, നവലിബറലിസം ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ പ്രണയത്തിലായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവനെപ്പോലൊരു ടോക്സിസിറ്റി പിടിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ പുള്ളിക്കാരി വേറൊരു ചാനലിലും വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലിൽ പറഞ്ഞുള്ള വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഇതാണ് ആ വാക്കുകൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം പലസ്തീൻ കൊണ്ടാണല്ലോ തുടങ്ങിയത്, നമുക്ക് പലസ്തീൻ വെച്ച് തന്നെ പറയാം. പലസ്തീൻ ആൻഡ് ഇസ്രായേൽ, പല ആളുകളും വിചാരിക്കുന്നു മതം കാരണം കൊണ്ടാണ് അവിടെ യുദ്ധം നടക്കുന്നത്. അഫ്കോഴ്സ് ആക്ച്വലി ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും മതം കൊണ്ടല്ലെന്നും അത് അധികാരമോഹത്തിന് വേണ്ടി എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് പല ആളുകളും മനസ്സിലാക്കുന്നില്ല. അപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധമല്ല യഥാർത്ഥത്തിൽ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഞാനിപ്പോ എറണാകുളത്തോട്ട് യാത്ര ചെയ്യുന്നു, ഞാൻ KFC-യിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നു. എന്റെ യാത്രാഭാഗമായിട്ട് KFC-യിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിന് ഞാൻ നൽകുന്ന ബില്ലിന്റെ ഒരു ഓഹരി
അവരെവിടെയാണ് ബേസ് അത് പോകുന്നത്? അഫ്കോഴ്സ് KFC, മെക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന പല കമ്പനികളുടെ ഫണ്ട് ഓഹരി എല്ലാം പോകുന്നത് ഇസ്രായേലിലോട്ടാണ്. അപ്പം ആ ഒരു പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അഫ്കോഴ്സ് അവര് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ പറ്റുന്നതും ആ ആയുധങ്ങൾ വെച്ചിട്ടാണ് അവർക്ക് പലസ്തീനിലുള്ള ആളുകളെ കൊല്ലാൻ സാധിക്കുന്നത്. അപ്പോ ട്രാവൽ ഈസ് ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ. ഇത് ഒരു ഫുഡ് ട്രാവൽ ഈസ് ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ. ഇതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് ഞാൻ വായിച്ചു നോക്കി. ജിതിൻ കെ ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് 6-ാം നൂറ്റാണ്ടിലെ മദ്രസ വിദ്യാഭ്യാസവും ജൂതൻ്റെ ആധുനിക വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നിയത് ആ ഒരു കാര്യമാണ്. അതായത് KFC നമ്മൾ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇസ്രായേലിലോട്ടാണ് അതിൻ്റെ ഫണ്ട് പോകുന്നത്. അത് വച്ചുകൊണ്ടാണ് അവർ നമ്മുടെ പാലസ്തീനിലുള്ള സഹോദരരെ മുഴുവൻ, പാലസ്തീൻ ഹമാസ് അല്ല, പാലസ്തീൻ സഹോദരന്മാർ, അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ അവർ കൊന്നൊടുക്കുന്നതെന്നാണ് പറയുന്നത്. യാത്ര ചെയ്യും തോറും വിവരം മുരടിച്ചു പോകുന്ന ഒരു തന്നെ ഞാൻ ആദ്യമായിട്ട് കാണണം, അമ്മയാണ് ഞാൻ ആദ്യമായിട്ട് കാണാനാണ്. അങ്ങനെയാണ് പുള്ളി പറയുന്നത്. ചുമ്മാ ഗൂഗിൾ എടുത്ത് നോക്കി KFC എന്താണെന്നും KFCയുടെ ഓഹരികൾ എവിടെയോട്ടാണ് പോകുന്നതെന്നും എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ജൂതന്മാർ ഓഫ് കോഴ്സ് എല്ലായിടത്തും ജോലി ചെയ്യുന്നുണ്ട്. ജൂതന്മാർ എല്ലാ സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട്. ജൂതന്മാർ എല്ലാ സ്ഥലത്തും ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലോകത്തിലെ ഒരു പ്രോഡക്റ്റും നമുക്ക് അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഈ പറയുന്ന ഈ വ്യക്തി അയ്യോ എന്ന് പറഞ്ഞാലും ഈ ജൂതന്മാരിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാശ് എത്തുന്നു എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം ചെയ്യണം. ആ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻഷൻ ബൈ ജൂയിഷ് ഇൻവെൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നീ ഈ വന്നിരുന്ന് തള്ളുന്ന ഫേസ്ബുക്ക്, ആ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ്. ഈ മാർക്ക് സുക്കർബർഗ് ഒരു ജൂതനാണ്. അതുകൊണ്ട് ആദ്യം ഫേസ്ബുക്ക് ബഹിഷ്കരിക്കണം. പോരാത്തതിന് അടുത്തതായിട്ട് ബഹിഷ്കരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ. അതായത് പോളിയോ വാക്സിൻ എടുക്കാൻ പാടില്ല, അതൊരു ജൂതൻ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജൂതന്മാർക്ക് പൈസ കിട്ടിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അത് എടുക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ കാറുകളിൽ ഉപയോഗിക്കുന്ന അഡാസ് സെൻസറുകൾ, അങ്ങനെയുള്ള കാറുകളിൽ കയറാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാറുകളിൽ നമ്മൾ കയറാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള കാറുകളിൽ കയറാതെ ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കണം. അങ്ങനെ കൂടെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവർക്ക് പൈസ കിട്ടി കഴിഞ്ഞാലോ. ഇനിയും ജൂതന്മാർ കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. TV റിമോട്ട്, ഷോപ്പിംഗ് കാർട്ട്, ബാർബീസ്, ഡെനിം ജീൻസ്, ആസ്പിറിൻ, USB ഫ്ലാഷ് ഡ്രൈവ്, പൊട്ടറ്റോ ഹെഡ്, സ്വിമ്മിംഗ് മെഷീൻ, എന്തിനു പറയുന്നു ഗൂഗിൾ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, ആ സംഭവം വരെ ജൂതനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. അതുകൊണ്ട് ആദ്യം ഇതൊക്കെ ബഹിഷ്കരിച്ച് മുന്നിലോട്ട് പോകണം. ഇനി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ, അതായത് നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമല്ലോ, ഇപ്പം നിങ്ങൾ ഹിച്ച് ഹൈക്കർ ആണല്ലോ, എവിടെയെങ്കിലും ചെന്നിട്ട് നിങ്ങൾക്ക് വല്ല കയ്യോ കാലോ ഒടിവോ ചതവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യം, വേണ്ട എനിക്ക് ബാൻഡേഡ് ഇടരുത്. കാരണം ബാൻഡേഡ് എന്ന് പറയുന്ന സാധനം ഇസ്രായേലിൻ്റെ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ദയവായി ബാൻഡേഡ് ഇടരുത് എന്ന് പറയണം. പിന്നെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ വാക്സിനേഷനൊക്കെ നമുക്ക് എടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കോളറയുടെയും ബബോണിക് വാക്സിനേഷൻ ഇതൊക്കെ ജൂതന്മാർ കണ്ടുപിടിച്ചാണ്. പേസ് മേക്കർ, ഡീഫൈബ്രിലേറ്റേഴ്സ് ഇതൊക്കെ ജൂതന്മാർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ ചുമ്മാ നമ്മൾ ജൂയിഷ് ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞ് വെറുതെ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മനസ്സിലാവും. എന്തിനു പറയുന്നു, വാട്സപ്പിൽ പോലുമുണ്ട് ജൂത സാന്നിധ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കണം. നമ്മൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് നമ്മൾ യാതൊരു കുഴപ്പമില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ആസ് ലോങ് ആസ് ഹമാസ് നമ്മളെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ ഹമാസിന് ഇവിടെ നിരോധനമില്ലായിരിക്കും. അതുകൊണ്ട് ഹമാസിന് ഇവിടെ നിരോധനമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പല ഡിസ്ട്രിക്റ്റുകളും വിളിച്ച് ഹമാസിന്റെ നേതാക്കന്മാരെ വിളിച്ച് നിങ്ങൾക്ക് പ്രസംഗിപ്പിക്കാം, ഹമാസിന്റെ പേര് ഓട്ടോയുടെ പുറകിൽ എഴുതി വയ്ക്കാം. പക്ഷേ നിങ്ങൾ ഇങ്ങനൊരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ പാലസ്തീന് വേണ്ടി ജൂതന്മാരുടെ പ്രോഡക്ട്സ് നമ്മൾ ബഹിഷ്കരിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇതെല്ലാം അങ്ങോട്ട് ബഹിഷ്കരിച്ചേക്കണം. നമുക്ക് ഇതൊന്നും വേണ്ട. അതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ബഹിഷ്കരിച്ചാട്ടെ. ശരി.